എസ്.ഡി.പി.ഐ പാറത്തോട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇലക്ഷൻ കൺവെൻഷനും ഇന്നലെ പാറത്തോട് നടന്നിട്ടുണ്ടായിരുന്നു. എസ്.ഡി.പി.ഐ ദേശീയ പ്രവർത്തക സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതുപോലെ തന്നെ പ്രവർത്തക കൺവെൻഷനും ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ്.ഡി.പി.ഐ. പ്രത്യേകിച്ചും പ്രാദേശിക ഘടകങ്ങളിൽ കോട്ടയം ജില്ലയിൽ 11-ലധികം സീറ്റുകൾ എസ്.ഡി.പി.ഐ തുടക്കത്തിൽ തന്നെ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് പാറത്തോട് പഞ്ചായത്തിലെ എസ്.ഡി.പി.ഐയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. പാറത്തോട് പഞ്ചായത്ത് 8-ാം വാർഡ് കട്ടുപ്പാറയിൽ സുമിന അലിയാരും 9-ാം വാർഡ് നാടുകാണിയിൽ രഞ്ജിത്ത് വാളുവേലിയിലും 10-ാം വാർഡ് ഇടക്കുന്നത്ത് കെ.യു. അലിയാരും 16-ാം വാർഡ് പൊടിമറ്റത്തിൽ സുനീർ പാറക്കലും 17-ാം വാർഡ് ആനക്കല്ലിൽ ഷാജിയും 20-ാം വാർഡ് പഴുമലയിൽ ഷാനി നിഷാദും മത്സരിക്കും. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൽ പാറത്തോട് ഡിവിഷനിൽ നിന്ന് അഡ്വക്കേറ്റ് കെ.എ. റിയാസ് എന്നിവരും മത്സരിക്കുമെന്നാണ് പ്രാഥമികമായിട്ട് പാർട്ടി നേതൃത്വങ്ങൾ നൽകിയിട്ടുള്ള വിവരം. പാറത്തോട് പഞ്ചായത്തിലെ നിലവിൽ എസ്.ഡി.പി.ഐക്ക് 2 മെമ്പർമാരാണുള്ളത്. അലിയാർ കെയും സുമിന അലിയാറും. ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. എന്നിരുന്നാൽ പോലും ഈ പഞ്ചായത്തിലെ മറ്റു വാർഡുകൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്തത്ര വികസനങ്ങളാണ് ഈ വാർഡുകളിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് എസ്.ഡി.പി.ഐ അവകാശപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് എസ്.ഡി.പി.ഐയുടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ തലങ്ങളിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ ചർച്ചയും കോളിളക്കവും സൃഷ്ടിക്കുമെന്നുള്ളതിന്റെ വലിയൊരു സൂചന തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിവരം.